ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പം മറയൂർ ഡയറക്ഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ കൂടെ അഭിജിത്ത് ഉണ്ട്, അതേപോലെ തന്നെ അഖിൽ ഉണ്ട്, പിന്നെ നമ്മുടെ സാറുണ്ട്. പുള്ളി അവിടെ ഒരു കോളിനകത്താണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു മൂന്നാറിലെ മറയൂർ ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ഡയറക്ഷനിൽ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. അപ്പം ഈ ഒരു ഡയറക്ഷൻ്റെ വീഡിയോസ് അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഈ വട്ടം ഈ ഒരു ഡയറക്ഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ മറയൂർ ഡയറക്ഷനിലോട്ട് യാത്ര തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റിയിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റിയിരിക്കുന്ന ഒരു കോടയും തണുപ്പുമൊക്കെയാണ്. നല്ല കാറ്റുമുണ്ട്. എന്തായാലും ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. കണ്ടില്ല, അത്യാവശ്യം കാറ്റുമുണ്ട്, മഞ്ഞുമുണ്ട്. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് നല്ല രീതിയിൽ തേയിലത്തോട്ടങ്ങൾ കാണാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കാണുന്നുണ്ടോ, നമ്മൾ എന്ന് വെച്ചാൽ തേയിലത്തോട്ടത്തിൽ മരുന്നടിക്കുന്നതാണ്. അപ്പോൾ ഇത് കുറേ ഡിസ്റ്റൻസിലുള്ളതാണ്. ഞാൻ ഇത് ഷൂട്ട് ചെയ്തേക്കുന്നത് ഞാൻ എൻ്റെ ഫോണിലാണ്. അപ്പോൾ സൂം ചെയ്തിട്ട് എടുത്തേക്കുന്നതാണ്, അതുകൊണ്ടാണ് അത്രയും ക്ലാരിറ്റി ഇല്ലാത്തത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ ഈ ഒരു ഡയറക്ഷനിൽ നമ്മൾ യാത്ര ചെയ്ത് വന്നപ്പോൾ ചെറുതായിട്ട് നമ്മളൊന്ന് വണ്ടി ഒന്ന് ഒതുക്കാമെന്ന് ചോദിച്ചപ്പോൾ ഒരു തേയില തോട്ടം കണ്ട് അങ്ങനെ അതിൻ്റെ സൈഡിൽ ഒതുക്കിയാണ്. കാരണം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് റെസ്റ്റ് എടുക്കാനും കൂടെ വേണ്ടി ഒതുക്കിയതാണ് വണ്ടി. പിന്നെ ഈ ഒരു റൂട്ടിൽ അധികം തിരക്ക് ഞാൻ കണ്ടില്ല. കാരണം ബാക്കി എല്ലാ ഡയറക്ഷനിലോട്ട് പോകുമ്പോഴും ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ മാട്ടുപ്പെട്ടി ഡയറക്ഷനിലൊക്കെ പോകുന്ന സമയത്ത് നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട്. പിന്നെ ഇത് കണ്ടില്ല, ഇത് എനിക്ക് തോന്നുന്നു തേയിലയുടെ കായും അതിൻ്റെ പൂവാന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, കണ്ടില്ലേ. അപ്പം ഇത് കഴിഞ്ഞ് നമ്മളിപ്പം ഇവിടെ നിന്ന് ഇനിയിപ്പം കുറച്ച് ദൂരം കൂടെ ചെന്ന് കഴിയുമ്പം ചന്ദനക്കാട് സ്റ്റാർട്ട് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മുടെ ചന്ദന മരങ്ങളുമൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ അത് ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാനായിട്ട് പറ്റില്ല. കാരണം പല സ്ഥലത്തും റൈറ്റ് സൈഡായാലും ലെഫ്റ്റ് സൈഡായാലും മറ്റേ കമ്പി വേലി ഉണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനായിട്ടുള്ള പെർമിഷൻസ് പല സ്ഥലത്തും ഇല്ല. അപ്പോൾ നിങ്ങളും ഇറങ്ങാതിരിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ക്ലീനായിട്ടുള്ള റോഡാണ്. റോഡും നല്ലതാണ്, അതേപോലെ തന്നെ തിരക്കുമില്ല. പിന്നെ നമ്മൾ കുറച്ച് ദൂരം വന്ന് നമ്മൾ ഇരച്ചിൽപ്പാറ വാട്ടർഫാൾസിലോട്ട് നമ്മൾ പോകാനായിട്ട് കയറിയേക്കുവാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് കുട്ടികൾ നല്ല രീതിയിൽ ഡാൻസൊക്കെ ചെയ്ത് പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ജീപ്പ്, ഇപ്പോൾ ഇവർ വലിയ ടൂറിസ്റ്റ് ബസ്സിനകത്ത് വന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് നിർത്തിയെന്ന് വെച്ചാൽ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് മാൻകൂട്ടങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം, പക്ഷേ ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ റൈറ്റ് സൈഡിലായിട്ടാണ് നിൽക്കുന്നത്, പക്ഷേ കുറച്ച് ഡിസ്റ്റൻസിലാണ്. പിന്നെ ഫുള്ള് ഈ ചെറിയ മരങ്ങളും ഒക്കെ നിൽക്കുന്നുണ്ടും ആ ചെടികളും ഒക്കെ നിൽക്കുന്നതുകൊണ്ട് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. അങ്ങനെ നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഫ്രണ്ടിലോട്ട് പോകാനായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു തന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പം ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടൂറിസ്റ്റ് ബസ്സൊക്കെ ഈ വഴി പോകാനായിട്ട് പാടാണ്. അപ്പോൾ നിങ്ങൾ അവിടെ മറയൂർ വണ്ടി പാർക്ക് ചെയ്യുക. അവിടുന്ന് ഇതേപോലെ നിങ്ങൾക്ക് ജീപ്പ് എടുക്കാം. അപ്പോൾ അവർ നിങ്ങളെ എല്ലാ പോയിന്റിലും കൊണ്ടുപോകും. അപ്പോൾ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു വഴിയുടെ ബുദ്ധിമുട്ടും വരുന്നത്. കാരണം ഈ ഒരു സ്ഥലത്ത് കൂടെ ഒന്നും വലിയ വണ്ടികൾ പോവില്ല. അപ്പം നിങ്ങൾ തന്നെ കണ്ടില്ലേ, റോഡിന് വീതി വളരെ കുറവാണ്. അപ്പം അങ്ങോട്ടുള്ള ചില ഏരിയകളിലോട്ട് പോകുന്നതെല്ലാം വീതി കുറവാണ്. അപ്പം നമ്മളിപ്പം കാണാൻ പോകുന്ന ഇരച്ചിൽപ്പാറ വാട്ടർഫാൾസാണ്. അപ്പം നമുക്ക് അവിടെ നിന്ന് എന്ന് വെച്ചാൽ മൂന്നാർ ടൗണിൽ നിന്ന് നമുക്ക് തിരിക്കുമ്പം ആദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇരവികുളം നാഷണൽ പാർക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഞാൻ നേരത്തെ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായതുകൊണ്ട് അവിടെ ഞാൻ ഇറങ്ങിയില്ല. അപ്പം ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ലക്കം വാട്ടർഫാൾസ് ഉണ്ട്, അവിടെയും ഞാൻ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായതുകൊണ്ട് ഞാനത് ഇറങ്ങിയില്ല. ഇവിടെ ഞാൻ മുമ്പ് വന്നിട്ടില്ല. അപ്പോൾ ഇത് ഒരുപാട് സ്റ്റാറ്റസൊക്കെ ഞാൻ കാണാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് ഞാൻ വരാനായിട്ട് തീരുമാനിച്ചത്. പക്ഷേ ഇപ്പം വെള്ളം കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ രീതിയിലുള്ള ഒരു വാട്ടർഫാൾസ്. പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട്. കാരണം ഇപ്പം വെള്ളം കുറവായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നിന്ന് നിങ്ങൾക്ക് ഇതേപോലെ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും. പക്ഷേ വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ മഴ സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വാട്ടർഫാൾസ് ഇവിടുന്ന് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ അകത്ത് കയറി ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം കണ്ടില്ലേ, നല്ല രസമുണ്ട്. നൈസായിട്ട് ഇങ്ങനെ ഊറി വീഴുന്നതാണ് വെള്ളം. അപ്പം ഞാൻ അകത്തോട്ട് കയറിയില്ല, നമ്മുടെ കൂടെ വന്ന ഫ്രണ്ട്സൊക്കെ കയറി. പിന്നെ ആ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ഇതെന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഇനി നെക്സ്റ്റ് ടൈമൊക്കെ ആകുമ്പോൾ ഒരു 4-5 മാസം കൂടെ കഴിയുമ്പോൾ ടിക്കറ്റൊക്കെ വെച്ച് കയറേണ്ട ഒരു സാഹചര്യം വിചാരിക്കുന്നു. കാരണം അതിന് വേണ്ടിയിട്ടുള്ളൊരു പണിയാണെന്ന് തോന്നുന്നു അവിടെ നടക്കുന്നത്. എന്തായാലും ഇപ്പം ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഈസി ആയിട്ട് കാണാം. പിന്നെ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മളടുത്ത
ഇതിന് അടുത്ത് തന്നെയാണ് മുനിയറ വരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കുള്ളൊരു യാത്രയിലാണ്. അപ്പം നേരത്തെ എന്ന് വെച്ചാൽ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് ഇറങ്ങിയിട്ടാണ് പോകുന്നത്. കാരണം അവിടെ നമുക്ക് നേരെ പോകാൻ പറ്റില്ല. തിരിച്ച് വന്ന വഴി തന്നെ കുറച്ച് ദൂരം ബാക്കിലോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കയറി പോകണം. അപ്പം ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ലൊക്കേഷൻ ഇട്ടാലും നിങ്ങൾക്ക് ഇവിടെ എത്താനായിട്ട് പറ്റുന്നതാണ്. അപ്പം ഇതും നല്ലൊരു കാഴ്ചയാണ്. കാരണം ലെഫ്റ്റ് സൈഡിൽ നല്ല താഴ്ച എന്ന് വെച്ചാൽ മല നിരകൾ കാണാം. റൈറ്റ് സൈഡിൽ ഈ പറയുന്ന നല്ല പാറ. അപ്പം എന്തായാലും ശ്രദ്ധിച്ചൊക്കെ ട്രൈ ചെയ്യുക ഈ ഒരു സൈഡിൽ. കാരണം റോഡിന് തീരെ വീതിയില്ല. അങ്ങനെ നമ്മൾ മുനിയറയുടെ അവിടെ വന്നേക്കുകയാണ്. അപ്പം ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. 20 രൂപ 600 രൂപ അല്ലേ ഇത്? 100 ഗ്രാം 5 ഗ്രാം 500 രൂപ. ഇത് കേരള ഗവൺമെൻറ് മറയൂർ ഫാക്ടറിയിൽ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 10 രൂപയാണ് ഇവിടുത്തെ ചാർജ് വരുന്നത്. അതേപോലെ തന്നെ രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ നമുക്കിവിടെ എൻട്രി ചെയ്യാനായിട്ടുള്ള അനുവാദമുള്ളൂ. എന്ന് വെച്ചാൽ ടിക്കറ്റൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഏകദേശം നിങ്ങൾക്കൊരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂറിനകത്ത് കാണാനുള്ളൊരു ഏരിയ നമുക്കിവിടെ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് പോയപ്പോൾ തന്നെ അകത്തോട്ടൊരു വഴി കണ്ടു. അപ്പം ഈ വഴി നമ്മളൊന്ന് പോയി നോക്കുവാണ്. ഈ വഴിയും എത്താൻ പറ്റും എന്ന് വെച്ചാൽ ആ മുനിയറയുടെ സൈഡിലോട്ട് എത്താൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് ഒരു നല്ലൊരു കൗതുകം തോന്നി. അങ്ങനെ വന്നേക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കയറിയപ്പോഴും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതും ഒരു മുനിയറ തന്നെയാണ്. അപ്പം അകത്തോട്ട് ഒരു ഗുഹ പോലെ ഒരു ചെറിയൊരു സ്പേസാണ് വരുന്നത്. പിന്നെ അവിടെ നമ്മൾ നടന്നു പോവുകയാണ്. അപ്പം വഴിയായിട്ടൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് എന്താ പറയുക ഒരു ചെറിയൊരു ഒരു വഴി പോലെ തോന്നുന്നു. അങ്ങനെ ആ ഒരു റൂട്ടിലൂടെ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പം നല്ല രസമുണ്ട്. അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുക്കേണ്ടവർക്കും ചെറിയ റീൽസൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇതിനകത്ത് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലായില്ലേ, അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. എന്തായാലും നമ്മൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മളൊരു ഏകദേശം അതിനകത്തുനിന്ന് നമ്മൾ പുറത്തേക്ക് എത്തുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല. എന്തായാലും നോക്കാം. അങ്ങനെ കുറച്ച് ദൂരമേ ഉള്ളൂ നടക്കാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു മറയൂർ ഡയറക്ഷനിലേക്ക് വരുമ്പം ഇരവികുളം നാഷണൽ പാർക്കിൽ കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂന്നാർ ടൗണിലാണ് നിങ്ങൾ സ്റ്റേ ചെയ്യുന്നതെങ്കിൽ അവിടുന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, രാവിലെ നിങ്ങൾ ഇറങ്ങുക. എന്ന് വെച്ചാൽ ഒരു മിനിമം ഒരു 7 മണിക്കെങ്കിലും ഇറങ്ങിയാൽ നിങ്ങൾക്ക് ഇരവികുളം നാഷണൽ പാർക്കിൽ വന്ന് ടിക്കറ്റ് എടുത്ത്, കാരണം അവിടെ നാഷണൽ പാർക്കിനകത്തൊക്കെ എന്ന് വെച്ചാൽ ഇരവികുളം നാഷണൽ പാർക്കിൽ കണ്ടിട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം 2 മണിക്കൂറോളം സമയം എടുക്കുന്നുണ്ട്. മിനിമം 2-2.5 മണിക്കൂറോളം എടുക്കും. പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കവർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ഒരു ടൈമിലാണ്. എന്നാലേ തിരിച്ച് നിങ്ങൾക്കൊരു വൈകിട്ട് ഒരു 7 മണി 8 മണിയാകുമ്പോൾ തിരിച്ച് നിങ്ങൾക്ക് മൂന്നാർ ടൗണിൽ നിങ്ങൾക്ക് തിരിച്ചെത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ആദ്യം പോയ ആ വഴിയിൽ കൂടെ പോകുമ്പോഴത്തേനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, തെറ്റിപ്പോയി. നമ്മൾ പിന്നെയും തിരിച്ച് കറങ്ങി പഴയ വഴി കൂടെ തന്നെ വന്നു. അപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് മുനിയറ എന്ന് പറയുന്നത്. 5 കല്ലുകളാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ചില 15,000 വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ് നിങ്ങളെ ഈ കാണിക്കുന്നത്. അപ്പം എന്ന് വെച്ചാൽ മുനിയറ എന്ന് വെച്ചാൽ പണ്ട് മുനിമാർ തപസ് ചെയ്തയാണെന്നും അല്ലെങ്കിൽ അവർ സമാധി എന്ന് വെച്ചാൽ അവരുടെ ശവസംസ്കാരം ചെയ്ത സ്ഥലമാണെന്നൊക്കെയാണ് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വ്യക്തമായിട്ട് അറിയില്ല. എന്തായാലും നല്ല പഴക്കമുണ്ട്. 1500 15,000 വർഷങ്ങളോളം പഴക്കമുണ്ട്. കണ്ടില്ലേ അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റൈല്. ചിലതിന് 4 കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്, ചിലതിന് അതിൻ്റെ മുകളിലും വെച്ചിട്ട് അങ്ങനെ ടോട്ടലി 5 കല്ലുകൾ വെച്ചിട്ടാണ് ഈ ഒരു മുനിയറയുടെ ഒരു കൺസ്ട്രക്ഷൻ രീതി വന്നേക്കുന്നത്. കണ്ടില്ലേ കറക്റ്റ് എന്താ പറയുക, നമുക്കൊരാൾക്ക് കയറി അതിനകത്ത് ഇരിക്കാനോ അല്ലെങ്കിൽ കിടക്കാനായിട്ടുള്ള ഒരു സ്പേസ് അതിനകത്ത് വരുന്നുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ മറയൂർ വരുമ്പോഴത്തേന് ഈ ഒരു സ്ഥലവും വന്ന് വിസിറ്റ് ചെയ്യുക. കാരണം നല്ലൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു പ്ലേസും കൂടെയാണ്. പിന്നെ നല്ലൊരു കാഴ്ചയും ഇവിടുന്ന് എന്താ പറയുന്നത്, ഇത് ഈ പറയുന്ന പോലെ നല്ല രീതിയിലുള്ളൊരു കാഴ്ചയും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഇവിടുന്ന് അടുത്ത നമ്മൾ കാന്തല്ലൂർ പോവാണ്. അപ്പം ഇവിടെ നമ്മൾ വന്നപ്പം മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറിയാണിത്. അപ്പം എന്ന് വെച്ചാൽ ഒരു കുടിൽ വ്യവസായം പോലെയാണ്. അപ്പോൾ ഈ കിടക്കുന്നതെന്ന് വെച്ചാൽ ആ കരിമ്പിൻ്റെ എന്ന് വെച്ചാൽ നീരെടുത്തിട്ട് ബാക്കി വന്നേക്കുന്ന ആ കൊന്താണ്.
അപ്പം അതാ കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു മിഷൻ വഴിയാണ് എന്ന് വെച്ചാൽ ഈ ഒരു മോട്ടോർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കരിമ്പിൻ്റെ നീര് എടുക്കുന്നത്. അപ്പം പിന്നെ ഇതിൻ്റെ ഈ കൊന്ത് എന്ന് വെച്ചാൽ ആ ഒരു ജ്യൂസ് എടുത്തതിന് ശേഷം ബാക്കി വന്നേക്കുന്ന വേസ്റ്റ് ഉണക്കിയിട്ടാണ്, അത് തന്നെയാണ് ഇവരിത് ശർക്കര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കണ്ടല്ലേ. അപ്പോൾ അത് ആ ജ്യൂസ് എടുത്തിട്ട് അത് പുറത്ത് ഇട്ട് ഉണക്കി, ആ ഉണക്കിയത് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് ആവശ്യത്തിന് ഇത് കത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ചെന്ന് ഇതിനകത്ത് നല്ല രീതിയിൽ പുകയടിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു പുകയ്ക്കൊരു എന്താ ഒരു ഔഷധത്തിൻ്റെ സ്മെല്ല് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കണ്ണൊന്നും അങ്ങനെ എരിയുന്നില്ല. അപ്പം ഈ കാണുന്ന ഈ ഒരു എന്താ പറയുക, ആ ഒരു സാധനത്തിനകത്തു നിന്നാണ് എന്ന് വെച്ചാൽ ശർക്കര പാനീയം ഇതിനകത്തോട്ടേക്ക് ഈ ഒരു സ്പേസിലേക്ക് പകർത്തുന്നത്. അതിനുശേഷം ഇവർ ഈ ഉണ്ടയായിട്ട് പിടിച്ചു വെക്കുകയാണ്. അപ്പം ഇവിടെ 2 രീതിയിലുള്ള ശർക്കര ഇവിടെ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇരിപ്പുണ്ട് ശർക്കര. പിന്നെ ഈ കാണുന്നത് ഇതിൻ്റെ പാനീയമാണ്. അപ്പോൾ ശർക്കര ടേസ്റ്റ് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ അത്രയും ടേസ്റ്റുള്ള ശർക്കര ഞാൻ കഴിച്ചിട്ടില്ല. കാരണം നല്ല ടേസ്റ്റ് തോന്നി. പിന്നെ 2 രീതിയിലുള്ള ശർക്കരയാണ് വരുന്നത്. ഒന്ന് ചുക്ക് ശർക്കരയും ഒന്ന് നോർമലും. എന്താണ്ട് ഈ പറയുന്ന ശർക്കര പാനീയമാണിത്. അപ്പം ഇത് ഇവിടെ മേടിക്കാനായിട്ട് കിട്ടും. നല്ല തേൻ കുടിച്ച പോലെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ വേസ്റ്റാണ്. എന്ന് വെച്ചാൽ ആ ഒരു നീരെടുത്തതിന് ശേഷമുള്ള വേസ്റ്റാണ്. അപ്പോൾ അത് ഉണക്കാനായിട്ട് ഇട്ടേക്കുവാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിലോട്ടെല്ലാം കരിമ്പിൻ്റെ കൃഷി തന്നെയാണ്. ബാക്കിലോട്ട് എന്താണ്ട് ഇപ്പം ഈ മെഷീൻ ഓണായിട്ടുണ്ട്, കണ്ടില്ലേ. ഇതിൽ നിന്ന് ഈ ജ്യൂസ് എടുത്തിട്ടാണ് ആ ഒരു ശർക്കരയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്നത്. പിന്നെ അതായത് ആ ഒരു മോട്ടറിൻ്റെ കൂളിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ നമുക്ക് ജ്യൂസ് മേടിച്ച് കഴിക്കാനായിട്ടും പറ്റും. 10 രൂപയുള്ള ഒരു ചെറിയൊരു ഗ്ലാസ് ജ്യൂസിന് വരുന്നത്. അങ്ങനെ നമ്മൾ കാന്തല്ലൂർ ഒരു വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. ഈ ഒരു സ്ഥലം എത്തുമ്പം നിങ്ങൾ അത്യാവശ്യം കയറ്റമൊക്കെ കയറാനായിട്ടും ഇറങ്ങാനായിട്ടും ബുദ്ധിമുട്ടില്ലാത്തവർ മാത്രം ഇറങ്ങുക. കാരണം അത്യാവശ്യം നടക്കാനായിട്ടുണ്ട്. നടക്കാനെന്ന് വെച്ചാൽ നോർമലി അല്ല, നല്ല രീതിയിൽ ഇറങ്ങിയാണ് പോകണം. തിരിച്ച് അതേ രീതിയിൽ കയറി വരാനായിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലുള്ളൊരു വഴിയാണ്. അപ്പോൾ അത്യാവശ്യം ശ്രദ്ധിച്ച് തന്നെ നടക്കണം. കുറച്ചും കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് കുറച്ചും കൂടെ തെറ്റലുള്ള വഴികൾ വരുന്നുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം അത്. അപ്പം ഇവിടെ പക്ഷേ ഇത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യില്ല. വരാൻ പറ്റുന്നവർ മാക്സിമം ഇവിടെയും വിസിറ്റ് ചെയ്യുക. ഇവിടെ ഏകദേശം ഈ ഒരു സ്ഥലം കണ്ട് നമുക്ക് തിരിച്ച് കയറി വരാനായിട്ട് ഒരു 2 മണിക്കൂർ സമയം എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ താഴെ ഇറങ്ങിപ്പോയി തിരിച്ച് കയറി വരാനും പിന്നെ അവിടെ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്തൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം നമുക്കൊരു 2 മണിക്കൂറോളം ടൈം ഇവിടെയും എടുക്കുന്നുണ്ട്. മിനിമം ഒരു 1.5 മണിക്കൂർ തൊട്ട് 2 മണിക്കൂറിനകത്ത് സമയം എടുക്കുന്നുണ്ട്. പിന്നെ ഇത് കണ്ടില്ല, നമ്മൾ കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേന് ഇച്ചിരി ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് പോകുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. ഷൂ ഒക്കെ ഒരു കൈ പിടിച്ചുകൊണ്ട് പോവുക. ഇല്ലെന്നുണ്ടെങ്കിൽ ചെരുപ്പ് തന്നെ യൂസ് ചെയ്യുക. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഷൂ ഫുള്ള് ചെളിയാവും. എൻ്റെ ഷൂ ഒക്കെ ചെളിയാവുന്നതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് ചെളിയാവുന്നതിനെ മാത്രമല്ല, അകത്ത് വെള്ളം കയറി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ചെളി കയറി കഴിഞ്ഞാലോ ഫുള്ള് നല്ല തണുത്ത ഒരു എന്താ പറയുക മണ്ണാണ് അല്ലെങ്കിൽ ചെളിയാണ് ഇവിടെ വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ അഖിൽ ബ്രോ ഉണ്ടായതുകൊണ്ട് പുള്ളിയുടെ ഹെൽപ്പ് കൊണ്ട് ഞാൻ പതുക്കെ പോവുകയാണ്. കാരണം പുള്ളി ചാടി പോകുന്നുണ്ട്. പക്ഷേ ഒരു തെറ്റലുണ്ടായതുകൊണ്ട് കുറച്ച് കെയർ ചെയ്ത് പോകണം. പിന്നെ നമുക്കിവിടെ ചെന്നപ്പോൾ ഇവിടെ ഈ ഒരു വഴിയൊന്നും ഇല്ല. പക്ഷേ നമ്മൾ ഇത് വഴിയൊക്കെ അങ്ങ് നടന്നു പോയി. അവിടെയും കുറച്ച് ചെളിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അപ്പുറത്തോട്ട് ഇറങ്ങാൻ പറ്റും. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിലോട്ട് വന്നിട്ട് ഇവിടുന്ന് ഇവർ ക്രോസ് ചെയ്യുന്ന കണ്ടില്ലേ, ഇതേ രീതിയിൽ ക്രോസ് ചെയ്യാം. പക്ഷേ വളരെ ശ്രദ്ധിക്കണം. നല്ല രീതിയിലുള്ള തെറ്റലുണ്ട്. തെന്നി വീണ് കഴിഞ്ഞാൽ അങ്ങ് താഴോട്ട് പോകും. പക്ഷേ അങ്ങ് താഴെ വരെ പോകത്തില്ല, തൊട്ട് താഴെ വീഴും. പക്ഷേ ഒന്ന് അത്യാവശ്യം തെറ്റലുണ്ട്. അപ്പം നല്ലവണ്ണം കെയർ ചെയ്ത് തന്നെ നമ്മൾ അപ്പുറത്തേക്ക് ഇറങ്ങണം. ഞാൻ എന്തായാലും അപ്പുറത്തോട്ട് പോകുന്നില്ല. അപ്പം ക്യാമറ എന്തായാലും അഖിൽ ബ്രോയുടെ കയ്യിൽ കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് അപ്പുറത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണണ്ടായി. കാരണം അപ്പുറത്തെ സൈഡിൽ നിന്നാലേ നമുക്ക് ആ ഒരു കൃത്യമായിട്ട് നമുക്ക് ആ ഒരു വാട്ടർഫാളിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാനൊക്കെ പറ്റത്തുള്ളൂ. അങ്ങനെ അഖിൽ ബ്രോ ക്യാമറയും കൊണ്ട് പോയേക്കുവാണ്. അപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്നതെല്ലാം അഖിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം വളരെ നന്ദിയുണ്ട്. താങ്ക് യു അഖിൽ. കാരണം നല്ല രീതിയിലുള്ള കുറേ ഷോട്ടുകൾ എനിക്ക് അഖിലെടുത്ത് തന്നു. അപ്പം നിങ്ങൾ ഈ കാണുന്നില്ല, നല്ല ഭംഗിയുണ്ട്. ഇവിടെ കുളിക്കുകയൊക്കെ ചെയ്യാം. വലിയ എന്ന് വെച്ചാൽ അധികം റിസ്ക് ഇല്ല. പക്ഷേ എന്നാലും തെറ്റലുണ്ട്. അപ്പോൾ തെറ്റിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. കണ്ടില്ലേ, ഈ ചേട്ടനൊക്കെ കുളിച്ചിട്ട് ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ എന്ത് ചെയ്യുക, നല്ല തണുത്ത ക്ലൈമറ്റിൽ ഇറങ്ങി കുളിക്കാനായിട്ട് പറ്റും. അപ്പം അവിടെ ഈ ഒരു നിൽക്കുന്ന ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത് കുറച്ച് തെറ്റിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കെയർ ചെയ്ത് നിൽക്കുക. അപ്പോൾ നമ്മുടെ വിൻസാറാണ്. പുള്ളി കുറച്ച് ഫോട്ടോസിനൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ കൂടെ നമ്മുടെ അഭിജിത്ത് റോയും ഉണ്ട്. അപ്പം റോയും
ഒന്ന്, കാരണം നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കുളിക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട്, കാരണം തണുപ്പൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ട് ഇറങ്ങി കുളിക്കുന്നില്ല. അത്യാവശ്യം ഫോട്ടോസും റീൽസിനുമൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു ചാനലിലേക്കുള്ള ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് എടുക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങളെ ഇതിൻ്റെ ഒരു ഭംഗി കാണിക്കുക, അതിൻ്റെ കൂടെ നമുക്കും ഇത് എൻജോയ് ചെയ്യുക. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. കണ്ടില്ല, നല്ല ഭംഗിയുണ്ട് ഈ വെള്ളമൊക്കെ ഒഴുകി വരുന്നത് കാണാനായിട്ട്. അപ്പം ഇവിടെയൊക്കെ ഇരുന്നും ഫോട്ടോസൊക്കെ എടുക്കാം, നല്ല ഭംഗിയായിരിക്കും ആ ഫോട്ടോസൊക്കെ. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. കാരണം ടൈം ഒരുപാട് ലേറ്റായി. കാരണം തിരിച്ചു പോകുമ്പോഴും അത്യാവശ്യം നല്ല മഞ്ഞുണ്ട്. കാരണം ഇതിൽ കൂടുതൽ ലേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വണ്ടിക്ക് നോർമലി ഉള്ള ലൈറ്റ് തന്നെയാണ്. അപ്പം ഫോഗ് ലാംപ്സ് വരുന്നില്ല. അപ്പം രാത്രി ആയി കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യാനായിട്ടുള്ള നല്ല ബുദ്ധിമുട്ട് വരും. പിന്നെ നമ്മൾ ഈ പോകുന്ന വഴിക്ക് നമ്മുടെ ഇവിടുത്തെ ആനയുണ്ട്. അത്യാവശ്യം പേര് കേട്ട ഒരു ആനയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പേര് പറഞ്ഞാൽ അറിയായിരിക്കും. പടയപ്പ എന്നാണ് ആനയുടെ പേര്. അപ്പം പുള്ളിക്കാരൻ ഈ സൈഡിൽ വന്ന് നിൽപ്പുണ്ട്. അപ്പം ഫോറസ്റ്റുകാർ അവിടെ വന്ന് നിന്ന് നമ്മളെ വണ്ടിയുടെ ഹോൾഡ് ചെയ്ത് നിർത്തിയേക്കുവാണ്. അങ്ങനെ നമ്മൾ ഇതിപ്പോൾ നെക്സ്റ്റ് ഡേയിലെ കാഴ്ചയാണ്. കാരണം നമ്മളിനി തിരിച്ചു പോകണം. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് മാർക്കറ്റും ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു. അപ്പം നേരത്തെ ഞാൻ ഈ മാർക്കറ്റിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് നിങ്ങളെ ഈ ഒരു മാർക്കറ്റ് എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു തിരക്ക് സമയത്ത്, എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഏകദേശം ഒരു 12 മണി സമയത്താണ്. അപ്പം ഈ ഒരു കാഴ്ചകളും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പം ഇതിനകത്ത് പക്ഷേ നമ്മൾ സത്യം പറഞ്ഞാൽ കയറിയെന്ന് വെച്ചാൽ ഫ്രഷ് ക്യാരറ്റ് മേടിക്കാൻ അതവിടെ ഇല്ല. അത് നമ്മൾ മൊത്തം തിരഞ്ഞിട്ടും ഇല്ലായിരുന്നു. പിന്നെ നമ്മളിപ്പം തേക്കടി ഡയറക്ഷനിലോട്ടാണ് വന്നേക്കുന്നത്. അപ്പം നമ്മൾ ഗ്യാപ്പ് റോഡ് വഴി വന്നേക്കുവാണ്. ഇത് ഗ്യാപ്പ് റോഡാണ്. അപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് നമ്മുടെ ആ മൂന്നാറിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഭംഗിയുള്ള തേയിലത്തോട്ടത്തിൻ്റെ ഒരു വ്യൂ കിട്ടുന്ന ഒരു ഏരിയ ഇതാണെന്ന് തന്നെ തോന്നുന്നു. കാരണം അത്യാവശ്യം നല്ല ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ കാണാം. നിങ്ങൾക്ക് തന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ഭംഗി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഇനി നമ്മൾ അടുത്ത ഒരു ആനയിറങ്ങൽ ഡാമിൻ്റെ വ്യൂ പോയിൻ്റാണ് ഈ വന്നേക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന ആനയിറങ്ങൽ ഡാമാണ്. അപ്പം ജസ്റ്റ് നമ്മളിവിടെ നിന്ന് നിർത്തി ചെറുതായിട്ടൊന്ന് സ്നാക്സൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ ഓംപ്ലേറ്റൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളെന്തായാലും ഞാൻ ഇവിടുത്തെ ഒരു ചേട്ടനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. സംഭവം പുള്ളി കിടുവാണ്, നല്ല നൈസ്. പുള്ളിയുടെ മസാലക്കൂട്ടുകളൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും നിങ്ങൾ ഒന്ന് കണ്ടു നോക്ക് സംഭവം എങ്ങനെ ഉണ്ടെന്നുള്ളത്. നല്ല അടിപൊളി ഓംപ്ലേറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കും. നമ്മൾ പുതുതായിട്ട് തുടങ്ങിയേക്കുന്നതാണ് ഈ റോഡ് സൈഡിൽ സ്ട്രീറ്റ് ഫുഡ്. അപ്പോൾ നമ്മുടെ ഏരിയയിൽ ഹോം മെയ്ഡ് മസാലയൊക്കെ ഉപയോഗിച്ച് മാഗി നൂഡിൽസ് ആണ്. ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ്. കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ എപ്പോഴും പറയും. നമുക്ക് പുതിയൊരു സ്റ്റേജ്. ഇപ്പോൾ നമ്മുടെ കടയുള്ളത് ആനയിറങ്ങൽ വ്യൂ പോയിന്റിന് അവിടെയാണ്. ആനയിറങ്ങൽ വ്യൂ പോയിന്റ് അവിടെയാണ്. ഓക്കെ. നിങ്ങൾ ഈ ഒരു സൈഡിലോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും, കാരണം ഇപ്പോൾ പുള്ളി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം മസാലക്കൂട്ടുകളൊക്കെ പുള്ളിയുടെ സ്വന്തം വീട്ടിൽ നിന്ന് ചെയ്തുകൊണ്ട് തന്നെ പുള്ളിയുടെ ഓൺ മസാലക്കൂട്ടുകളൊക്കെയാണ്. അപ്പോൾ ഈ ആനയിറങ്ങൽ ഡാമിൻ്റെ വ്യൂ പോയിന്റിൽ വരുന്ന സമയത്ത് ഇപ്പോൾ ഈ കാണുന്ന കടയായിരിക്കില്ല, കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇച്ചിരി കൂടെ നല്ല രീതിയിൽ ഉള്ള ഒരു കടയായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ അവിടെ ഒന്ന് ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് അവിടുത്തെ നൂഡിൽസ് ഒരു വെറൈറ്റി സംഭവം തന്നെയാണ്. അങ്ങനെ എന്തായാലും നമ്മൾ തിരിച്ച് വരുന്ന വഴിക്കുള്ള ചെറിയ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ച് വരുവാണ്. അപ്പം വരുന്ന വഴിക്കുള്ള തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കലും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ തേയിലത്തോട്ടമൊക്കെ കഴിഞ്ഞ് പിന്നെ വരുന്ന സമയത്ത് നമുക്ക് ഏലത്തോട്ടം കാണാം. അപ്പം അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ആ മഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ എൻജോയ് ചെയ്ത് വരുവാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും മൂന്നാർ പോവുക. അപ്പോൾ നിങ്ങൾ ഡയറക്ഷൻ എപ്പോഴും ചൂസ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ കൊച്ചിൻ ഡയറക്ഷൻ, പിന്നെ അത് കഴിഞ്ഞ് മറയൂർ ഡയറക്ഷൻ, മാട്ടുപ്പെട്ടി ഡയറക്ഷൻ, തേക്കടി ഡയറക്ഷനാണ്. അങ്ങനെ 4 ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ എല്ലാ ഡയറക്ഷനും ഒറ്റ ദിവസം കാണാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, സീ യു.